ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ കർക്കിടക മാസമാണ്. കർക്കിടക സ്പെഷ്യലുമായിട്ടാണ് വന്നേക്കുന്നത്. ആണോ ട്രീസ? അതെ. എന്താ സ്പെഷ്യല്? കർക്കിടകാവ്. കർക്കിടക വാവ്. അപ്പോൾ നമ്മൾ ഈ കർക്കിടകത്തില് നമ്മുടെ ചേമ്പ് ഇലകളാ തോരൻ വെക്കുന്നത്. അപ്പൊ അതിലെ ഒരു ഇലയാണ് ചേമ്പിന്റെ ഇല എന്ന് പറയുന്നത്. ചേമ്പിന്റെ ഇലയും തണ്ടും. അപ്പൊ പലരും ഇത് യൂസ് ചെയ്യാറില്ല, ചൊറിച്ചില് പേടിച്ചിട്ടാണ് പലരും ഉപയോഗിക്കാത്തത്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന സാധനമാണ്. അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പൊ അത് ചൊറിയാത്ത രീതിയിൽ എങ്ങനെ നല്ല അടിപൊളി തോരനുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇത് പലപ്പോഴും ഇപ്പോൾ ആർക്കും അറിയത്തില്ല ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. ഒന്ന്, രണ്ട്, ഈ കർക്കിടകത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇത് കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. ഏറ്റവും ആരോഗ്യത്തിന് നല്ലതും ഈ തണ്ടിന് ഏറ്റവും ഗുണമുള്ളതും ഈ സമയത്താണ്. അതെ അതെ അതെ. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പൊ നമുക്ക് നോക്കിയാലോ? പോയേക്കാം. ഓപ്പൺ ചെയ്തത്. അപ്പം നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങുവാണേ. നമുക്ക് ഇഷ്ടംപോലെ ചെയ്യുമ്പോൾ നിൽപ്പുണ്ട്. നോക്കാം നമുക്ക് ഏതാ പറിക്കാൻ പറ്റുന്നത്. ഒരു അമ്മൂമ്മയുണ്ട് കേട്ടോ. പുള്ളിക്കാരിയോട് നമുക്കൊന്ന് ചോദിക്കാം എന്നാൽ ഇതിനെങ്ങനെയാണ് എടുക്കുന്നത്. നമുക്കറിയത്തില്ല ആക്ച്വലി. പുള്ളിക്കാരിയോട് ഒന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചേമ്പിന്റെ തണ്ട് തോരൻ വെക്കത്തില്ലയോ? ഇപ്പം അത് ഏത് തണ്ട എടുക്കണ്ടേ? ഒത്തിരി മൂത്തതാണോ എളുപ്പമാണോ? ഏതാ എടുക്കണ്ടേ? എളുപ്പം. എന്നാ വായോ കാണിച്ചേട്ടോ. ഒത്തിരി മൂത്ത എടുത്താണോ? അടിക്കട്ടെ തണ്ടിന് ഇതിന് നല്ല ഇതാ. അതെ. അപ്പൊ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ടേ ഈ ചോട് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ ഈ സാധനം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് മുറ്റിയെന്നാട്ടോ. അപ്പം ഇങ്ങനെ മുറ്റിയ തണ്ട് നമുക്ക് വേണ്ട. അപ്പം മുറ്റാത്ത എടുത്തില്ലെങ്കിൽ അപ്പടി ആരം പോലെ ഇരിക്കും. അപ്പോൾ വേണ്ട ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. ഇവിടെ അരി ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണ്ട ഈ കറ കയ്യെ പറ്റില്ല കേട്ടോ. പറ്റിയ ഉറപ്പായിട്ടും ചൊറിയും. പറയണ്ട ഇന്ന കാര്യത്തിനാന്ന് പറയണ്ട. രണ്ടെണ്ണം പറഞ്ഞില്ല. മതിയാ? മതി മതി. ഓക്കെ. ഇനി ഇത് നമുക്ക് എടുത്തോണ്ട് പിടിക്കുമ്പോൾ നല്ലതാവും. ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ മുറിക്കണം. അപ്പം ഇങ്ങനെ തൊലി ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ ഭയങ്കര നൂല് പോലെയാട്ടോ, ഭയങ്കര ബലവാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ തോരനും കട്ടിയായി പോകും. അപ്പോൾ അതെല്ലാം നമുക്ക് കളഞ്ഞ് ഇത് ക്ലീൻ ആക്കാം. ഈ ഇല എടുക്കണ്ട കേട്ടോ, ഇത് മുറ്റിപ്പോയ ഇലയാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി ഈ തണ്ടിന് ഞാൻ 2-3 ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ തൊലി അങ്ങ് ഇരിഞ്ഞെടുക്കാൻ പോവാം. പുകയുണ്ടല്ലേ? അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വരുന്നതാ. ഞാൻ കൊടുക്കാനാണോ? ആ കണ്ടോ? അത് ഇത് നമ്മൾ ഇതെടുക്കും. ഇതിൻ്റെ ഇലയൊക്കെ എടുക്കും. ഇതിൻ്റെ തണ്ടയിൽ എങ്ങനെ കളയുന്നത്? ഇതുപോലെ തന്നെ എടുക്കണം അല്ലേ? ഇതിനധികം കട്ടിയില്ല കേട്ടോ. ആ ആ
അകത്തെല്ലാം കൊണ്ടുവച്ചില്ല മഴ. ഇത് അരിയുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകണം കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് കഴുകാൻ ഒക്കത്തില്ല, പിന്നെ അങ്ങ് ഭയങ്കര ചൊറിച്ചിലാകും. നമുക്കിതിനി ഇപ്പം വെള്ളത്തിലൊന്നും കഴുകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാനൊരു ശകലം പൊടിയുപ്പിടുക. പൊടിയുപ്പിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അതുകൊണ്ടോ ഇങ്ങനെ സ്പോഞ്ചിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ വെച്ച് 2 പ്രാവശ്യം ഒന്ന് ഞെക്കി എടുക്കുമ്പോൾ വെള്ളം വീഴും. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാവേ. ഒരുപാട് വേണ്ട, ഞാനൊരു 1.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി, ജീരകം, മഞ്ഞളോട് നമ്മളിതിന് ചേർക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് ജീരകം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. സാധാരണ തോരൻ പോലെയല്ല, ഇച്ചിരി കൂടുതൽ ഒഴിച്ചേക്കണേ. നല്ല അടിപൊളിയായിട്ട് ചൂടായി കഴിയുമ്പം കടുകിട്ട് പൊട്ടിക്കണം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ കൊച്ചുള്ളിയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. പിന്നെ നമ്മൾ വേണ്ട നല്ല ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞെടുത്ത ചേമ്പും താളാണിത്. ഇതിൻ്റെ അകത്ത് നേരി ഇടുക, ലോ ഫ്ലെയിമിലാക്കണേ. എന്നിട്ട് ചെറിയൊരു കഷ്ണം കുടംപുളി, ഇത് നമുക്ക് ചൊറിച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ നമ്മൾ മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, തേങ്ങായും കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കണ്ട, ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെക്കുക. അപ്പോൾ വേണ്ട നമ്മുടെ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറ്റവും നല്ലൊരു സാധനമാണ് കാന്താരിയും വെളുത്തുള്ളിയും പിന്നെ ഇതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള ഇലകളും. അപ്പോൾ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് കയ്യോടെ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.